ഇന്ത്യയിൽ MRPക്ക് സാധനം വിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. പക്ഷേ അത് ഉപഭോക്താക്കൾ അതൊരിക്കലും ചോദിക്കാറില്ല. 2024 ഉൽപ്പാദിപ്പിച്ച ഈ പെയിൻറ്റ് 2034 വരെ വിൽക്കാനുള്ള വിലയാണ് അതിലിടുന്നത്. ഞാൻ ഡിജോ കാപ്പനാണ്. ഇൻഡസ്ട്രി നടത്തുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ കൊണ്ടുവരുന്നതിന് പല ചിലവുകളുണ്ട്. അതിൻ്റെ റോ മെറ്റീരിയലുണ്ട്, അതിൻ്റെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ കോസ്റ്റുണ്ട്, അതിൻ്റെ സാലറി ഉണ്ട്, അതിൻ്റെ പബ്ലിസിറ്റി ഉണ്ട്. ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടും. അത് തന്നെ ഭക്ഷണ സാധനങ്ങളുടെ വില അല്ലെങ്കിൽ അതിൻ്റെ ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ ചിലപ്പം 3 ദിവസമൊക്കെ ആയിരിക്കും. അപ്പം അതിൻ്റെ ഒരു MRP എന്ന് പറയുന്നത് അതനുസരിച്ചാണ് ഇടുന്നത്. പക്ഷേ പെയിൻറ്റ് പോലെയുള്ള ഒരു ഉൽപ്പന്നങ്ങൾക്ക് 10 വർഷം പെയിൻറ്റ് കേടാവാതെ ഇരിക്കും. അപ്പം 2024 ഉൽപ്പാദിപ്പിച്ച ഈ പെയിൻറ്റ് 2034 വരെ വിൽക്കാനുള്ള വിലയാണ് അതിലിടുന്നത്. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ഒരു 50 ml പെയിൻറ്റ് ഇടുന്ന വില എന്ന് പറയുന്നത് 2024 വിൽക്കാനുള്ള വിലയാണ്. അപ്പം അതിൻ്റെ 100 രൂപ എന്ന് പറയുന്നത് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 60 രൂപയേ ഉള്ളൂ. ബാക്കി അതിൻ്റെ C&Fൻ്റെയും ഡിസ്ട്രിബ്യൂട്ടറുടെയും പിന്നെ അദ്ദേഹത്തിൻ്റെ ലാഭവും എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടാണ്. ഇന്ത്യയിൽ MRPക്ക് സാധനം വിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഒരേ ഒരു സംസ്ഥാനം. മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ വിലയാണെന്നാണ് ഇവിടുത്തെ ഉപഭോക്താവും ഇവിടുത്തെ കച്ചവടക്കാരും തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പല ഉൽപ്പന്നങ്ങളും മേടിക്കുമ്പോൾ നമ്മൾ ഈ ഹോൾസെയിൽ കടയിൽ പോയി മേടിക്കുമ്പം ആണ് ഇതിൻ്റെ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷേ അത് ഉപഭോക്താക്കൾ അതൊരിക്കലും ചോദിക്കാറില്ല. ഉപഭോക്താക്കൾ ഇപ്പം ഒരു 50 രൂപ 50 പൈസയാണ് ഒരെണ്ണത്തിന് വില ഇട്ടിരിക്കുന്നതെങ്കിൽ ഈ കച്ചവടക്കാരൻ്റെ സംസാരം കേട്ടാൽ നമുക്ക് തോന്നും. അപ്പം നമ്മൾ 50 രൂപ കൊടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പം അയ്യോ മോനെ ആ 50 പൈസ എൻ്റെ ലാഭം എന്ന് പറയും. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ലാഭം 10ഉം 12ഉം 14 രൂപയാണ്. പക്ഷേ അത് മനസ്സിലാക്കാതെയാണ് എല്ലാ ഉപഭോക്താക്കളും ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. പക്ഷേ അത് ഇന്നിപ്പം ഈ സൂപ്പർ മാർക്കറ്റുകൾ വന്നു കഴിഞ്ഞപ്പം അതിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗോഡൗണിൽ ഒരു സാധനം ഇരുന്ന് 1 മാസം ഇരിക്കുന്നതിലും നല്ലത് കൊണ്ടിരുന്ന പിറ്റേ ദിവസം അത് വിറ്റുപോയാൽ അവന് വീണ്ടും മാർക്കറ്റിൽ ചെന്ന് മറ്റൊരു വസ്തു മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ അവന് ഒരു സാധനത്തിന് ഇപ്പം 10 രൂപ വിലയുള്ള ഒരു സാധനമാണെങ്കിൽ 2 എണ്ണം എടുത്താൽ 20 രൂപ കൊടുക്കണമല്ലോ, അവൻ പറയും 18 രൂപ എന്ന് പറയും. അപ്പം 2 എണ്ണം എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഒരു ഉപഭോക്താവിന് തോന്നും. അത് 3 എണ്ണം ആകുമ്പോൾ 30 രൂപ കൊടുക്കേണ്ട സാധനത്ത് അവൻ പറയും 3 എണ്ണം എടുത്താൽ 25 രൂപ. പക്ഷേ ഈ 3ാമത്തെ സാധനം നമുക്ക് 6 അല്ലെങ്കിൽ 7 8 മാസം കഴിഞ്ഞ് ആവശ്യം കാണുള്ളൂ. പക്ഷേ അത് നോക്കാതെ ഉപഭോക്താവ് ഈ പരസ്യവാചകത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് സ്ട്രാറ്റജിയിൽ വീണു പോവുക. MRP പെട്ടുന്നത് പോലെ തന്നെ അപകടകരമായ ഒരു സാധനമാണ് ഒന്നെടുത്താൽ 1 ഫ്രീ. നമ്മൾ കാണാം. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു ബനിയൻ എടുത്താൽ ഒരു ബനിയൻ ഫ്രീ. അപ്പോൾ എന്നാൽ കിട്ടുന്നതായിക്കോട്ടെ എന്ന് ഓർക്കും. കുറച്ച് കഴിയുമ്പോൾ എലാസ്റ്റിക് എല്ലാം വലിഞ്ഞു പോകും കുറേ കാലം ഇത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചതിക്കുഴിയിൽ ഈ ഉപഭോക്താക്കൾ വീഴാതിരിക്കാൻ ഉപഭോക്താക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.